പൊങ്കാല ഇടാനായി നേരത്തെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് സ്ഥാനം പിടിച്ചിരുന്നു. പൊങ്കാല ഇടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. വിറകും പൊങ്കാലയ്ക്കുള്ള അരി സാധനങ്ങളും നേദ്യം വെക്കാനുള്ളതും ഗണപതിക്ക് വെക്കാനുള്ളതും എല്ലാം മൺകലവും ഇഷ്ടികയും മാത്രമാണ് കേട്ടോ അവിടുന്ന് വാങ്ങിച്ചത്. എല്ലാം ഒരുക്കി വെച്ച് മൺകലമൊക്കെ കളഭം ചാർത്തി പൂമാല ചാർത്തി ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ ലളിതാ സഹസ്രനാമം ജപിച്ചു, ദേവിയെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ആറ്റുകാൽ പരിസരം, തിരുവനന്തപുരം മുഴുവനും. എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞാൽ ആ അറിയിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അടുപ്പ് കത്തിക്കാൻ തുടങ്ങും. അതിനു മുമ്പായിട്ട് ഗണപതിക്ക് അവില്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, പഴം ഒക്കെ വെച്ച് ഗണപതിക്ക് ഒരു നേദ്യം വയ്ക്കും. അതിന് സരസ്വതി വിളക്ക് കത്തിക്കും, ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും, വെറ്റില അടയ്ക്ക വയ്ക്കും. അങ്ങനെ ആ ഒരു കാര്യം ഭംഗിയായി ചെയ്തു. എങ്ങനെയുണ്ട് എൻ്റെ സെറ്റുമുണ്ട്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ല. പുതിയത് അണിയണം എന്നുള്ളത് കൊണ്ട് ഒരു സെറ്റുമുണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിനായിട്ട്. അപ്പോഴത് അറിയിപ്പ് വരുന്നു, പണ്ടാര അടുപ്പിൽ തീ പകർന്നു എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഈ ഒരു മന്ത്രം മാത്രമാണ് കേട്ടോ എല്ലാവരുടെ മനസ്സിലുണ്ടാവുക. എല്ലാവരും അത് ഉച്ചത്തിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അടുപ്പ് പതുക്കെ പതുക്കെ കത്തി തുടങ്ങി. വളരെ ഭംഗിയായിട്ട് അടുപ്പ് കത്തി തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അനന്തപുരി ആകെയും എന്താ പറയുക, ഒരു യാഗശാല പോലെ അഗ്നികുണ്ഡമെരിയുമ്പോൾ ഉയരുന്ന ആ ഒരു പുക, അത് അനന്തപുരി ആകെ വിഴുങ്ങിയ പോലെയാവും കേട്ടോ. കാരണം അത്രയധികം ജനങ്ങളെത്തുന്ന, ലക്ഷോപലക്ഷം ജനങ്ങളെത്തുന്ന, അത്രയധികം അടുപ്പുകളിൽ നിന്ന് ഉയരുന്ന ആ ഒരു പുക, ആ ഒരു അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി നൽകുന്ന ഒരവസ്ഥയാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് തന്നെ ലാലി ചേച്ചി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത് തന്നെയാണ് പൊങ്കാല ഇട്ടിരുന്നത് കേട്ടോ. അഡ്വക്കേറ്റ് ആണ് അവർ, അഡ്വക്കേറ്റ് ലാലി. അവരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല കൂട്ടായി ഞങ്ങൾ. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ പ്രാർത്ഥിച്ച് അരി 3 പ്രാവശ്യം ഒഴിഞ്ഞ്, ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ കൈകൊണ്ട് ഒഴിഞ്ഞാണ് അരി ഇടുന്നത്. അത് വളരെയധികം പ്രാർത്ഥനയോടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അമ്മയോട് പറയാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അരി മൺകലത്തിലേക്ക് ഇടുന്നത്. നമ്മുടെ ശരീരമാണ് മൺകലം എന്ന് സങ്കല്പിക്കുന്നത്. അതിലേക്ക് അവിടെ പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും, ദുഷിച്ച ചിന്തകളും, എല്ലാ അഴുക്കുകളും എല്ലാം തിളച്ച് പൊന്തി തൂവി പോകുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നു. ആ പൊങ്കാല നിവേദ്യം അങ്ങനെയാണ് ശുദ്ധമാവുന്നത്. അതാണ് ആ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ പൊങ്കാല നേദ്യം 3 തവണയും തിളച്ച് തൂവി പുറത്തേക്ക് ഒഴുകി. കിഴക്കോട്ടാണ് ഒഴുകിയത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ശുഭ സൂചകമാണെന്ന് കേട്ടോ. അങ്ങനെ ഏകദേശം അരിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും പഴവും ഒക്കെ ഇട്ടു, ശർക്കരയും ഇട്ടു. പിന്നെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു, വീണ്ടും കത്തിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചതുകൊണ്ട് നമുക്കിതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പഴം മുറിച്ച് വെച്ചിരുന്നു, തേങ്ങ ചിരകി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യമേ ചെയ്തു വെച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പായസം ഏകദേശം റെഡിയായി വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതിലേക്ക് അവസാനമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അവസാന ഘട്ടത്തിലെത്തി, എൻ്റെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ അവസാനമായിട്ട് നെയ്യ് ചേർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ പായസം റെഡി ആയോ, ഇനി ചേച്ചിക്ക് വിറക് വേണോ, ഇനി ആവശ്യമില്ലെങ്കിൽ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ പായസം റെഡി ആയല്ലോ, ഇനി എനിക്ക് ആ വിറകിന് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വിറക് എടുത്തിട്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ ആ വിറക് അവർ ഉപയോഗിച്ചു. അപ്പോൾ അതൊക്കെ അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലും, അതൊക്കെ ഒരു പരസ്പര സഹകരണം, ഒരു ചേർത്ത് പിടിക്കലൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. അങ്ങനെ പോറ്റി വന്നു, തീർത്ഥം തളിച്ചു, ആ നിവേദ്യം അമ്മ കൈക്കൊണ്ടു. അപ്പോൾ ഇത്തവണത്തെ പൊങ്കാല വളരെ ഗംഭീരമായിട്ട് അങ്ങനെ ശുഭമായിട്ട് അവസാനിച്ചു. നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചു. എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ദേവി എല്ലാവർക്കും നൽകുമെന്ന് തന്നെ ശുഭമായി എന്താ പറയുക, അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനന്തപുരിയിൽ നിന്ന്